ലോകത്ത് ഇന്നത്തെ ഏറ്റവും വേദനാജനകവും നിരാശാജനകവുമായ ഒരു മഹാസംഭവമാണ് ഫലസ്തീനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ജെറൂസലേം പ്രശ്നം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജെറൂസലേം അങ്ങനെ ആയിത്തീരുക എന്നത് അതിൻ്റെ സ്വാഭാവികത കൂടിയാണ്. കാരണം ജെറൂസലേം മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ജെറൂസലേം കൈവിട്ടു കൊടുക്കാൻ തയ്യാറാകാത്ത വിധത്തിൽ ലോകത്തെ ഏറ്റവും പ്രബലങ്ങളായ 3 മതങ്ങളും ശക്തിയോടുകൂടി അതിനുവേണ്ടി വാദമുഖങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ അവകാശവാദങ്ങളുടെ പേരിൽ ചെറുതല്ലാത്ത നിരന്തരമായ ഒടുക്കമില്ലാത്ത സംഘർഷങ്ങളിലൂടെ ജെറുസലേം മണ്ണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ലോകം ചെന്നുപെട്ടതിൻ്റെ പിന്നിൽ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ 2 പ്രശ്നങ്ങൾ, ഒന്ന് ഫലസ്തീനും മറ്റൊന്ന് കാശ്മീറുമാണ് എന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഫലസ്തീനെക്കുറിച്ച് മാത്രമാണ് ലോകം ചർച്ച ചെയ്യുന്നതെങ്കിലും കാശ്മീരിനെക്കുറിച്ചും അതേ സമയത്ത് അതേപോലെ തന്നെ അതേ അളവിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. കാശ്മീറും ഫലസ്തീനും എന്ന് പറയുന്ന ഏതാണ്ട് സമാന കാലഘട്ടത്തിൽ സമാനങ്ങളായ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മാരകവും ഗുരുതരവുമായ ലോകപ്രശ്നമാണ്. ഏതാണ്ട് 1948 രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ കാർമ്മികത്വത്തിലാണ് ലോക ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന മധ്യേഷ്യൻ ഭൂമിയിൽ ജെറുസലേം ആസ്ഥാനമാക്കിക്കൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവിടെ സ്ഥാപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടുകൂടി അവിടെ പ്രതിഷ്ഠിച്ചത്. അതിലൂടെ ലോകത്ത് മാനുഷിക ബോധമുള്ള, നീതിബോധമുള്ള ആർക്കും അംഗീകരിക്കാനാവാത്ത വളരെ നിഷ്ഠൂരമായ ഒരു കൃത്യത്തിന് ലോകം കൂട്ടുനിന്നത് എന്ന് നമുക്കെല്ലാവർക്കും ഒരു വശത്തറിയാമെങ്കിൽ, അതേ സമയത്ത് തന്നെയാണ് കാശ്മീർ എന്ന് പറയുന്ന പ്രശ്നവും അതേ ബ്രിട്ടീഷുകാരുടെ കരങ്ങളാൽ മധ്യേഷ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലപ്പുറം മുസ്ലിം ജനസംഖ്യ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നമ്മുടെ ഈ ഏഷ്യ ഇൻഡോ പാക് ഉപഭൂഖണ്ഡം, ആ ഭൂപഖണ്ഡത്തിൽ അതുപോലെ മറ്റൊരു പ്രശ്നവും കൂടി സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നവും കാശ്മീർ എന്ന് പറയുന്ന പ്രശ്നവും ഒരിക്കലും, എന്നിട്ട് ഈ 2 പ്രശ്നങ്ങളെയും സവിശേഷമായി അവർ അപരിഹാര്യമായി പരിഹരിക്കാനാവാത്ത പ്രശ്നമായി നിലനിർത്താൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളതും കാണാം. ലോകത്ത് എത്രയോ ബുദ്ധിജീവികൾ, രാഷ്ട്ര മീമാംസകന്മാർ, സാമ്രാട്ടുക്കൾ, അങ്ങനെയെല്ലാമുള്ള ഒരു ലോകത്ത്, മഹാലോകത്ത് ഒരു 10-75-80 വർഷത്തിൻ്റെ പഴക്കമുള്ള 2 പ്രശ്നങ്ങൾ പരിഹാര ചർച്ച പോലും സാധ്യമാകാത്ത വിധത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നിലനിൽക്കുന്നതല്ല, അത് മനഃപൂർവ്വം നിലനിർത്തി പോകുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏകപക്ഷീയമായ ചർച്ചകൾ കൊണ്ട് പരിഹാരമുണ്ടാകാത്ത കാശ്മീരിൻ്റെ പ്രശ്നത്തിൽ ഒരു 3ാം കക്ഷി ഇടപെട്ടെങ്കിലും പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ഇല്ല, അതേ ഉഭയകക്ഷി പ്രശ്നമാണ്, 3ാം കക്ഷി ഇടപെടണ്ട എന്ന് പറയുന്നിടത്താണ് നമ്മുടെ രാജ്യം പോലും നിൽക്കുന്നത്. 2 പ്രശ്നം പരസ്പരം യുദ്ധങ്ങളിലേക്ക് പോലും വഴുതിമാറി അപകടകരമായ നിലയിൽ എത്തിച്ചേർന്ന ഒരു പ്രശ്നം 2 കക്ഷികൾ തമ്മിൽ നടത്തുന്ന ചർച്ചകൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ലെങ്കിൽ ഏതെങ്കിലും ആകട്ടെ ഒരു 3ാം കക്ഷിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടണമെന്ന് പറയുന്ന ആശയത്തിന് പോലും ലോകത്ത് സ്വീകാര്യത ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാതിരിക്കലാണ് ആ പ്രശ്നത്തിൻ്റെ ലോക താല്പര്യമെന്ന് വിളിച്ചു പറയുകയാണ്. അവിടെ അതുപോലെ തന്നെയാണ് ഫലസ്തീൻ്റെ പ്രശ്നത്തിൽ ഞാൻ എൻ്റെ ക്രൈസ്തവനായ എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഉന്നതനായ അവരുടെ ആത്മീയ നേതാക്കന്മാരുമായി വലിയ ബന്ധമുള്ള വലിയ ഒരു ബുദ്ധിജീവി കൂടിയായ ഒരു യുവാവിനോട്, ഒരു ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണ്ടേ പ്രിയ സുഹൃത്തെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇത് തന്നെയായിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല വിദഗ്ധരോടും സംസാരിച്ചപ്പോൾ അവരുടെ മറുപടി പരിഹരിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരമെന്ന് ആണ് അവർ പറഞ്ഞതെന്ന്. പരിഹരിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരം. ലോകത്ത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരിഹാരമുണ്ടോ? അങ്ങനെയാണ് അവരുടെ മറുപടിയെന്ന്. ഈ 2 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകം ബോധപൂർവം ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നിലയിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഈ വലിയൊരു പ്രശ്നത്തെ
ലോകം മുഴുവൻ ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ഇസ്ലാമിക ആദർശത്തിൻ്റെയും ഒക്കെ വളരെ നിരാശാജനകമായ പരിതാപകരമായ ഒരു പരിസ്ഥിതിയായി എത്തുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ആദർശത്തിൻ്റെയും പോലും പരാജയമായി വിലയിരുത്തുമ്പോൾ പ്രശ്നത്തെ നാം ഈ കാണുന്ന ഈ പരിപ്രേക്ഷ്യത്തിൽ മാത്രം വീക്ഷിച്ചാൽ പോരാ എന്നും അതിനപ്പുറം മാനങ്ങൾ ഈ പ്രശ്നങ്ങൾക്കുണ്ട് എന്നും വളരെ കൃത്യമായി നമ്മെ പരിചയപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ ആനുകാലിക ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അതുപോലെ തന്നെ ഇതര മതവിഭാഗങ്ങളിലെ പണ്ഡിതന്മാർക്കും ബുദ്ധിജീവികൾക്കുമിടയിൽ അതുപോലെ തന്നെ ലോക സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ എന്തുകൊണ്ടും പര്യാപ്തമായ ഒരു ഗ്രന്ഥമാണ് ബഹുമാന്യനായ ലോക പണ്ഡിതൻ ട്രിനിഡാഡ് നിവാസിയായ ലോകത്തെമ്പാടും ശ്രദ്ധേയനായ ബഹുമാന്യനായ ഇർഫാൻ ഹുസൈൻ സാഹിബ് ഇവിടെ രചിച്ചിട്ടുള്ള ഈ ജെറൂസലേം ഖുർആനിൽ എന്ന ഗ്രന്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ജൂതന്മാർക്ക് ജെറൂസലേമിനോടുള്ള മതപരമായ താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നത്, കത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമുക്ക് ഈ പുസ്തകം കൃത്യമായൊരു വഴികാട്ടിയാകുന്നത്. ജൂതന്മാരുടെ മതപരമായ പ്രചോദനത്താൽ ആണ്, ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലുള്ള താല്പര്യമാണ് ഇസ്രയേലിലെ ജൂതന്മാരെ ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരതയ്ക്ക്, ഒരു രാജ്യത്തിൻ്റെ ജന്മദേശത്ത് നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കി അവരുടെ നാട് പിടിച്ചെടുത്ത് അവിടെ സ്വയം കുടിയിരിക്കുകയും അതും പോരാഞ്ഞ് കിട്ടിയ ഭൂമി 57% 90%-ത്തിനപ്പുറത്തേക്ക് എത്തുന്ന വിധത്തിൽ കുറേശ്ശെയായി വീണ്ടും വെട്ടിപ്പിടിച്ചവരുടെ ഭൂവിസ്തൃതി വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ലോകം കണ്ണടച്ചുകൊണ്ട് വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ, വീണ്ടും പുതിയ സെറ്റിൽമെൻറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ജനത എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിയുന്നിടത്തുനിന്ന് വീണ്ടും അവരെ പുറന്തള്ളി അവരെ പ്രകോപിതരാക്കിയും അതുപോലെ തന്നെ ഗത്യന്തരമില്ലാതെയും അവരെ വളരെ രൂക്ഷമായ നിലയിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുന്ന ഈ ഭീകരതകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ജൂതമതത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ പ്രചോദനം കൊണ്ടാണെന്ന് വരുമ്പോൾ മതവും മതാചാര്യന്മാരും മതഗ്രന്ഥങ്ങളും ഇത്രയും കാടത്തം നിറഞ്ഞതോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഇമ്രാൻ ഹുസൈൻ സാഹിബ് നൽകുന്നു. അദ്ദേഹം ജൂതന്മാരെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. എബ്രാഹിമിയ പാരമ്പര്യത്തിൽ അതിൻ്റെ പിന്തുടർച്ചയിൽ അഭിമാനിക്കുന്ന യഥാർത്ഥ പൈതൃകമുള്ള ജൂതന്മാരെന്നൊരു വിഭാഗത്തെ അദ്ദേഹം മാറ്റിവെക്കുമ്പോൾ, മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ജൂതന്മാരല്ലാത്ത ജൂതമതത്തിലേക്ക് കടന്നു കയറിയ യൂറോപ്യൻ ജൂതന്മാരെന്ന് രണ്ടാമതൊരു വിഭാഗത്തെ അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്. ഒന്ന് ഇബ്രാഹിമി പൈതൃകത്തിൽ അഭിമാനിക്കുന്നവർ, രണ്ടത് യൂറോപ്യൻ ജൂതന്മാർ എന്ന്. അവർ യഥാർത്ഥത്തിൽ മതത്താൽ ഒട്ടും പ്രചോദിതമല്ല. നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പ് മതത്തെ നിരാകരിച്ച ഒരു സമൂഹമാണ്, രാഷ്ട്രസംവിധമാണ്. യൂറോപ്പിൻ്റെത് മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പരിഗണന നൽകാതിരിക്കുക, രാഷ്ട്രം പ്രത്യേക പരിഗണന നൽകാതിരിക്കുക എന്ന അർത്ഥത്തിലുള്ള മതനിരപേക്ഷതയല്ല യൂറോപ്പിൻ്റെത്. മതത്തിന് രാഷ്ട്രത്തിൽ ഇടപെടലില്ലാത്ത, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന വിധത്തിൽ മതത്തെ പൊതുമണ്ഡലത്തിൽ നിന്ന് പറ്റേ മാറ്റി നിർത്തണമെന്ന് അവകാശപ്പെടുന്ന മതനിരാസത്തിൽ അധിഷ്ഠിതമായ മതനിരപേക്ഷതയാണ് യൂറോപ്പിൻ്റേത്. അതുകൊണ്ട് തന്നെ മതം ലോകത്ത് പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളെയും അവർ എന്നേ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് മതമില്ലെന്ന് ഓർക്കണം. മതമില്ലെന്ന് പറഞ്ഞാൽ ദൈവമില്ല, ദൈവദൂതന്മാരില്ല. വ്യഭിചാരത്തെ അവർ എപ്പോഴേ അനുവദിച്ചു കഴിഞ്ഞു. സ്വവർഗരതിയെ അവരെപ്പോഴേ അനുവദിച്ചു കഴിഞ്ഞു. മദ്യപാനത്തെ അവർ എന്നേ പുണ്യവൽക്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ എന്തൊക്കെയാണോ മാനുഷിക മൂല്യങ്ങളായി പ്രവാചകന്മാരും ദൈവദൂതന്മാരും പഠിപ്പിച്ചത് അതെല്ലാം വലിച്ചെറിഞ്ഞ യൂറോപ്യന്മാർക്ക് പിന്നെ ബൈബിളിൻ്റെ പ്രചോദനം കൊണ്ട്, അല്ലെങ്കിൽ ദൈവദൂതന്മാരുടെ പ്രചോദനം കൊണ്ട് ജെറുസലേം എന്ന് പറയുന്ന 2 പ്രവാചകന്മാർ, ഡേവിഡ് സോളമൻ, ആ 2 പ്രവാചകന്മാർ നിർമ്മിച്ചെടുത്ത ഈ ജെറൂസലേം പ്രദേശം മതത്തിൻ്റെ പേരിൽ ഇത്രമാത്രം പ്രിയങ്കരമായി തീരുന്നതിൻ്റെ പിന്നിലൊരു വലിയ വിരോധാഭാസമില്ലേ? അതിനെക്കുറിച്ച് എന്തേ ലോകം ചിന്തിക്കാത്തു? അതൊരു വലിയ വിരോധാഭാസമാണ്. സത്യത്തിൽ അത് മതമല്ല. നാം അടിസ്ഥാനപരമായി അറിയേണ്ടത്, ഇന്ന് മതത്തിൻ്റെ ആളുകൾ ഈ പ്രശ്നങ്ങളുടെ പേരിൽ തമ്മിലടിക്കുകയാണ്. അത്തരം തമ്മിലടിപ്പിക്കലാണ് അവർക്ക് ആവശ്യവും. കാരണം ഇത് ജൂതമതമാണ്. ജൂതമതമെന്ന് പറയുന്നത് മോസസിൻ്റെ ആളുകളുടേതാണ്, യഹോവയുടെ ആളുകളുടേതാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ക്രൈസ്തവ മതമാണ് അതിന് പ്രേരണ നൽകുന്നത്, പിന്തുണ നൽകുന്നത്. അത് യേശുവിൻ്റെ മതമാണ്. അതുപോലെ ആ നിലയിൽ കാണുമ്പോൾ അവരൊക്കെ മതത്തിൻ്റെ ആളുകളാണ്, യഥാർത്ഥ മതപ്രതിനിധികളാണെന്ന തെറ്റിദ്ധാരണ കൊണ്ട്
മതവിശ്വാസികൾ തമ്മിൽ മാനസികമായി ഇടയാകുന്ന ഒരു പ്രശ്നത്തിന് വളരെ സമർത്ഥമായ വിശകലനത്തിലൂടെ കൃത്യത പകർന്നു തരുന്ന ഒരു ഗ്രന്ഥമായി ഈ ഗ്രന്ഥത്തെ കാണുമ്പോൾ അത് ഈ ഗ്രന്ഥം നൽകുന്ന കാലിക സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവനയായി വിനീതൻ വിലയിരുത്തുകയാണ്. പുസ്തകത്തെ സംബന്ധിച്ച് ധാരാളമൊന്നും പറഞ്ഞു പോകാൻ ഇവിടെ സമയമല്ല, ഞാനതൊട്ട് മുതിരുന്നുമില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു കൂട്ടം പാശ്ചാത്യർ ജൂതമതത്തിലേക്ക് വിശ്വാസം മാറി ഭ്രാന്താവേശത്തോടുകൂടി കടന്നു വന്ന് ജൂതമതത്തെ പിടിച്ചെടുത്ത് അവരുടെ താല്പര്യത്തിന് വേണ്ടി ജെറൂസലേമിനെ ഇരയാക്കിയതാണ് എന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഒരുപറ്റം യൂറോപ്യന്മാർ ജൂതമതത്തിലേക്ക് മനഃപൂർവ്വം ബോധപൂർവം കടന്നു കയറി അവർ ഈ ജെറൂസലേമിനെ സ്വന്തമാക്കി അവിടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇത് പക്ഷേ അവരുടെ ഒരു വിജയത്തിൻ്റെ ലക്ഷണമായി ലോകത്തിന് തോന്നുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഒരുപാട് നിഷ്ഠൂരതകൾ കണ്ടുപോയ ലോകമാണ് നാം ജീവിച്ചു പോകുന്നത്. ഒരുപാട് ധിക്കാരികൾ, നിരപരാധികളായ മനുഷ്യരുടെ ചോര ചിന്തിയ, മനുഷ്യാവകാശങ്ങൾ കവർന്നെടുത്ത ഒരു ലോകം. ആ ലോകത്ത് പലപ്പോഴും ഫറോവമാർ, പലപ്പോഴും ഫാസിസ്റ്റുകൾ, പലപ്പോഴും നാസിസ്റ്റുകൾ, പലപ്പോഴും നിരപരാധികളായ മനുഷ്യരെ ക്രൂരമായി അടിച്ചമർത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ ചരിത്രത്തിലെ താൽക്കാലിക പ്രതിഭാസങ്ങളായിരുന്നുവെന്നും ഇതിൻ്റെ എല്ലാം ഒരു അന്ത്യപരിണാമ ഗുപ്തി ഈ ലോകത്ത് സംഭവിക്കാനുണ്ട് എന്നും വളരെ കൃത്യമായി വേദഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ പ്രവചിക്കുന്നതിൽ നിന്നാണ് ഈ പ്രശ്നത്തിൻ്റെ ശരിയായ ഉത്തരം, സമസ്യയുടെ പൂരണം കണ്ടെത്തേണ്ടത് എന്ന് ബഹുമാന്യനായ ഇമ്രാൻ ഹുസൈൻ സാഹിബ് നമ്മളോട് പറഞ്ഞു തരികയാണ്. അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ത് എന്നതിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് മാത്രമല്ല ഖുർആൻ പറയുന്നത്. ജെറൂസലേം ഖുർആനിൽ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ വികാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. ബിഗ് ബാങ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വികാസമുണ്ട്. വൈന്നാല മൂസിഊൻ, പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചു എന്ന് പറയുന്ന. അതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറിയിലൂടെ നാം ഇതിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്ന ഖുർആൻ. ഉൽപ്പത്തിയെക്കുറിച്ച്, വികാസ പരിണാമങ്ങളെക്കുറിച്ച് പറഞ്ഞ ഖുർആൻ ഇതിൻ്റെ പരിണാമഗുപ്തിയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിൻ്റെ പരിണാമം, ലോകാന്ത്യം, ലോകാവസാനം പറയുന്ന കഥകൾ പലരും പറയാറുണ്ട്. ലോകോൽപ്പത്തി ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് ഖുർആനാണ്. ലോകത്തിന് എക്സ്പാൻഷൻ തിയറി പറഞ്ഞിട്ടുള്ളത് വസ്സമാ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, ലോകത്തെ നാം വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഖുർആനാണ്. വികാസമുണ്ട്, ഉൽപ്പത്തിയുണ്ട്, പരിണാമമുണ്ട്. ആ പരിണാമത്തിൻ്റെ വഴിത്താരകളിൽ സംഭവിച്ചു പോയിക്കുന്ന അനിവാര്യതകൾ മാത്രമാണിത് എന്ന് വളരെ കൃത്യമായ നിലയിൽ നമ്മളോട് ഈ ഗ്രന്ഥം പറഞ്ഞു തരികയാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം നമ്മളോട് അത് വ്യക്തമായി പറയുന്നുണ്ട്. ധാരാളം പ്രതീക്ഷകൾ നമുക്ക് ഈ സംഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് പ്രവാചകൻ്റെ ഖുർആനിൻ്റെ വ്യാഖ്യാനമായി വന്ന പ്രവാചക വചനങ്ങളും പറഞ്ഞ പലതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അൽ ഹുഫാത്തുൽ ഖുറാത്തുൽ ആല, നിങ്ങൾക്ക് കാണും അന്ത്യനാളായി കഴിയുമ്പോൾ അൽ ഹുഫാ അന്തറൽ ഹുഫാത്തൽ ഖുറാത്തൽ ആലത്ത റിആഅ യതതാവലൂന ഫിൽ ബുനിയാൻ, നഗ്നപാദർ, ഉടുക്കാൻ വസ്ത്രമില്ലാഞ്ഞവർ, ചെരുപ്പ് ധരിക്കാൻ കഴിയാതിരുന്നവർ, അൽ ഹുഫാത്ത് അൽ ഉറാത്ത് അൽ ആല, പരമദരിദ്രർ, റിആഅ ആട് മേച്ച് നടന്നവർ, യതതാവലൂന ഫിൽ ബുനിയാൻ, ബുർജ് ഖലീഫകൾ, പെട്രോണാസ് ടവറുകൾ, നെടുനീളൻ കെട്ടിടങ്ങൾ, യതതാവലൂൻ, ടോളസ്റ്റ് ബിൽഡിങ്ങുകൾ പണിയുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞതിന് നാം ജീവിക്കുന്ന ലോകം സാക്ഷിയാണ്. അപ്പോൾ ലോകാന്ത്യത്തിൽ വരുന്ന പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ആട് മേച്ച് നടന്നവരുടെ ആകാശം മുട്ടുന്ന നെടുനീളൻ കെട്ടിടങ്ങൾ പണിയാനുള്ള അമിത വ്യഗ്രതയ്ക്ക് നാം സാക്ഷിയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുകയുണ്ടായി, ലാ തഖൂമുസ, അന്ത്യനാൾ വരികയില്ല, ഹത്താ, ജനങ്ങളെല്ലാവരും മുസ്ലിം സമൂഹത്തിന് നേരെ വിശന്നവൻ്റെ മുമ്പിൽ വെച്ച ഭക്ഷണത്തെളികയിലേക്ക് അവർ ആർത്തിയോടെ കൈനീട്ടുന്നത് വരെ ഒന്നിച്ച് കൈനീട്ടുന്ന, ആർത്തിയോടെ അവരെ കടിച്ച് തിന്നാൻ വേണ്ടി ആവേശം കാണിക്കുന്ന ഒരു കാലം വരുന്നത് വരെയെന്ന്. ഇന്നതല്ലാതെ വേറെന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് വരില്ലെന്നല്ല പ്രവാചകൻ പറഞ്ഞത്, ഇത് വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ വരുമ്പോൾ വന്നുപോയേ അള്ളാഹുവിൻ്റെ മതത്തിന്, നബിയുടെ മതത്തിന് തകർച്ച വന്നേ എന്നല്ല നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് പ്രത്യാശാപൂർവ്വം വീക്ഷിക്കാൻ നമുക്ക് കഴിയുന്ന വളരെ മികച്ച സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നത്.
അതിനേക്കാൾ പ്രധാനപ്പെട്ട സന്ദർഭവുമായി വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരുന്നുണ്ട്. ലാ തഖൂമു സാഅതു ഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദന്മാരോടൊരു അവസാന യുദ്ധം നടത്തുന്നത് വരെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്ന ഒരു ചരിത്രമുണ്ട്. അന്ന് ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്ന കല്ലിനും മരത്തിനും പിന്നിൽ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്ന ജൂതനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നത് കല്ലും മരവുമായിരിക്കും, പ്രകൃതി സംസാരിക്കുന്ന ഒരു കാലമായിരിക്കും അതെന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ്. ഹത്താ യഖ്തബി അൽ യഹൂദു വറാ അൽ ഹജരി വശജർ ഫയഖൂലുൽ ഹജർ യാ അബ്ദുല്ലാഹ് ഇന്ന വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പഠിക്കുമ്പോൾ ഒരു 25-30 കൊല്ലം മുമ്പ് ഞാൻ ദർസുകളിൽ മതപാഠശാലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുമായിരുന്നു എങ്ങനെയാണിത് സംഭവിക്കുക എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു 75 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് മുസ്ലിമീങ്ങൾ യഹൂദികളോട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭവത്തിന് 2000 വർഷത്തെ ഡയസ്പൊറയ്ക്ക് വിധേയമായി ലോകമാകെ ചിതറിക്കിടക്കുന്ന ഒരു സമൂഹവുമായി ലോകം നിറഞ്ഞു നിൽക്കുന്ന 19ഓളം രാഷ്ട്രങ്ങളുള്ള ഒരു ഇസ്ലാമിക യുവസമൂഹം യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും അവിശ്വസിച്ചു പോവുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് ഈ എല്ലാ ക്രൂരതകൾക്കുമിടയിൽ ക്രൂരത ഏതൊരു സമൂഹം അലങ്കാരമാക്കി മാറ്റുന്നുവോ അതവരുടെ അന്തിമ വിജയത്തിൻ്റെ അടയാളമല്ലെന്ന് ലോകചരിത്രം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലികൾ ക്രൂരത കൊണ്ട് അവരുടെ ഭാഗധേയം അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അക്കാരണം കൊണ്ട് തന്നെ അവർ തകരാനുള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ലോകചരിത്രം അതിന് സാക്ഷിയാണ്. അപ്പോൾ അവിടെ ചിതറിപ്പോയ ജൂതന്മാർ തിരിച്ചു വരുമെന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആൻ്റെ ആയാത്തുകളും ഹദീസുകളും പ്രഖ്യാതമാവുകയാണ്. അത് അദ്ദേഹം ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ. നാം നശിപ്പിച്ചു കളഞ്ഞ ഒരു നാടിന്, ആ നാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെറൂസലേമാണ് എന്ന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. ആ നാട് ലാ യർജിഊൻ, അവർ പിന്നെ തിരിച്ചു വരികയില്ല. ഹത്താ ഇദാ ഫുത്തിഹത് യഅജൂജു വമഅജൂജ്, യഅജൂജും മഅജൂജും കൂട് തുറന്നു വിടപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ യൻസുലൂൻ, അവർ എല്ലാ ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാം ഇരച്ചിറങ്ങി വരുന്ന ഒരു സമയത്ത് മാത്രമേ അവർക്ക് വീണ്ടും അവിടെ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ഖുർആനിക ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ ലോകത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നുമൊക്കെ തിരമാലകൾ പോലെ ഇരച്ചിറങ്ങി വരുന്ന ആ സമൂഹം എന്നുദ്ദേശിച്ചത് യൂറോപ്യന്മാരെ സംബന്ധിച്ചാണ് എന്നാണ്. അതാണ് അവിടെയാണ് ജൂതന്മാർ, യൂറോപ്യൻ ജൂതന്മാരെന്ന് പറയുന്ന ജൂതമതത്തിലേക്ക് തന്ത്രപൂർവ്വം കൺവെർട്ട് ചെയ്തു വന്ന യൂറോപ്യന്മാരെയാണ് യജൂജ് മഅജൂജ് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനം ഒരുപക്ഷെ 100% ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൻ്റെ ജെറുസലേം സമസ്യകൾ ചിന്തിക്കുന്ന വായിക്കുന്ന ഏതൊരാൾക്കും അത് ശരിയാകാനുള്ള സാധ്യതയെ അവഗണിക്കാനൊട്ട് കഴിയുകയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ അതിശയകരമായ മറ്റൊരായത്തിനെ മനോഹരമായ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വഖുൽനാ മിൻ ബഅദിഹി ലിബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളോട് ഫറോവയ്ക്ക് ശേഷം നാം പറയുകയുണ്ടായി, ഉസ്കുനുൽ അർള, ഈ ഭൂമിയിൽ താമസിച്ചോളൂ, ജെറുസലേമിൽ താമസിച്ചോളൂ. ഫൈദാ ജാ വഅദുൽ ആഖിറതി, അവസാന നാളിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചാൽ ജഇനാ ബിക്കും ലഫീഫ, പലതായി ചെതറിപ്പോയ ജനവിഭാഗത്തെ ഒരു മിശ്ര ജനവിഭാഗമായി നാം അവരെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അതിന് അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത്. പലതായി ജനാബിക്കും, നിങ്ങളെ എല്ലാവരെയും നാം തിരിച്ചു കൊണ്ടുവരും, ലഫീഫ, ഒന്നായി. അപ്പോൾ ചെതറിപ്പോയ ഒരു ജനതയെ തിരിച്ചു കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഫലസ്തീനിൽ ചെതറിക്കിടന്ന ഒരു ജനത തിരിച്ചു വന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അറബികളുടെ നടുവയിൽ ഒരു തളികയിൽ വെച്ചതുപോലെ യഹൂദികളെ മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഏറ്റുമുട്ടലിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഖുർആനും ഹദീസും നൽകുന്ന സൂചനകൾ അന്തിമമായ വിശകലനത്തിൽ അത് ഇസ്ലാമിക സമൂഹത്തിനും മർദ്ദിത പീഡിത ജനവിഭാഗത്തിനും അനുകൂലമായാണ് കലാശിക്കാൻ പോകുന്നതെന്ന് ജെറൂസലേം ഖുർആനിലെന്ന ഖുർആനിക ആയാത്തുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ടും നാം ഇതിനകം കണ്ട് തീർത്ത ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ടും അവയെ ചേർത്ത് വെച്ചുകൊണ്ടും ആധുനിക ലോകത്ത് വലിയൊരു പ്രത്യാശയുടെ വാതായനങ്ങൾ തുറന്നു തരുന്ന, വളരെ ചിന്തയുടെ വാതിലുകൾ മലർക്കെ തുറന്നിടുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ബഹുമാന്യനായ ഇമ്രാൻ ഹുസൈൻ സാഹിബ് രചിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയും ലോകമാകെ അത് ബെസ്റ്റ് സെല്ലറായി മാറുകയും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയാവുകയും ചെയ്ത ആ ഗ്രന്ഥം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് യുഗാന്തത്തിൽ സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച്
ചർച്ചകൾ വളരെ ഏറ്റവും പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ യുഗാന്തത്തെ സംബന്ധിച്ചുള്ള വളരെ സുചിന്തിതമായ ഇത്തരം ആലോചനകളും ചർച്ചകളും കുറഞ്ഞു പോകുമ്പോൾ യുഗാന്ത ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പഠനശാഖയാക്കി മാറ്റി വെച്ചുകൊണ്ട് അതിലെ ഖുർആൻ ഹദീസുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയിരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്താനും ഇഴതിരിച്ച് മനസ്സിലാക്കാനും നൽകിയിരിക്കുന്ന ബുദ്ധിയുടെ ചേരുവകളെ സമകാലിക പ്രശ്നങ്ങളെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ ഒരു വലിയ ചിന്ത, ആത്മവിശ്വാസം സമ്മാനിക്കുന്ന ഒരു വലിയ ചിന്ത, പ്രശ്നങ്ങളിൽ നമുക്ക് പലപ്പോഴും അലട്ടലുണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന ചിന്ത, മതവിഭാഗങ്ങൾ ഇങ്ങനെയാകുമോ, മതവിഭാഗങ്ങൾ ഇത്രയും ക്രൂരമാകുമോ, മതവിഭാഗങ്ങൾ ദൈവത്തിൻ്റെ ആളുകൾ പൈശാചികമാകുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത അത്തരം ചിന്തകൾ യഥാർത്ഥത്തിൽ ഇവർ മതത്തിൻ്റെ പ്രതിനിധികളല്ല. തുലയാനും തകരാനും പോകുന്ന മതനിരാസത്തിൻ്റെ നാസ്തികതയുടെ നാസ്തികതയിൽ അധിഷ്ഠിതമായ മതനിരപേക്ഷതയെ ആഘോഷമായി കൊണ്ടു നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഭാഷയിൽ വെറുതെ സംസാരിക്കുന്നത്. നാം ഇവിടെ കണ്ടതുപോലെ രാമൻ്റെ പേരിൽ മര്യാദാ പുരുഷോത്തമൻ, ആരെയും പിടിച്ചു പറിക്കാത്ത, എല്ലാം അനുജനു വേണ്ടി രാജ്യം പോലും സമർപ്പിച്ചുകൊണ്ട് കാനനവാസം തിരഞ്ഞെടുത്തതെന്ന് നാം കേട്ടതും പഠിച്ചതുമായ മര്യാദാ പുരുഷോത്തമൻ്റെ പേരിൽ ഒരു സമുദായത്തിൻ്റെ പള്ളി തട്ടിപ്പറിച്ചെടുത്തിട്ട് രാമക്ഷേത്രം പണിയുന്നവർക്കും യഥാർത്ഥത്തിൽ ഈ മതനിരപേക്ഷത തന്നെയാണുള്ളത്, നാസ്തികതയാണ്. അവർ രാമൻ്റെ ആരുമല്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ മതവിശ്വാസികൾക്കിടയിലുള്ള മാനസികമായ അകലം കുറച്ചു കൊണ്ടുവരാൻ കൂടി സഹായിക്കുന്നതാണ് ഈ ഗ്രന്ഥം എന്ന് സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തെ അല്പമൊന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും തളം കെട്ടി നിന്നിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ ഗ്രന്ഥം ഉത്തരമായി, അല്ലെങ്കിൽ എനിക്ക് ഒരു മാർഗദർശനമായി, ഒരു കാഴ്ചപ്പാട് സമ്മാനിക്കാൻ ഇത് സഹായകമായി എന്നുള്ളത് കൊണ്ട് ഇത്തരം ചിന്തകൾ പലപ്പോഴും ഞാനും പലയിടത്തും കൊച്ചു ചിന്തകളായി പലയിടത്തും പങ്കുവച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പുസ്തകം അതിന് പൊതുവായ ഒരു ക്രോഡീകരണം സമ്മാനിച്ചു എന്നുള്ളത് വീണ്ടും ഈ പുസ്തകം വായിക്കാനും ആ വായനകളെ പൂർണ്ണമായും വേദവാക്യം പോലെ അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുത്തുകൊള്ളണമെന്നും എവിടെയും ഒരു വാശിയില്ല. അങ്ങനെ ഞാൻ അംഗീകരിക്കുന്ന ആളുമല്ല. പക്ഷേ അത് ആകാനുള്ള സാധ്യതകളെ പരമാവധി വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബാധ്യതകളെ, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഈ ഖുർആനും സുന്നത്തും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നിടത്ത് കൃത്യമായ നിലയിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ നാസ്തികന്മാർ, ശുദ്ധനാസ്തികന്മാർ, മതനിരപേക്ഷതാവാദികൾ, അവർ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ പറയുമ്പോൾ ആ മതത്തിൻ്റെ ആളുകളെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന തെറ്റായ വിചാരത്തിനടിമപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും സംഘടിപ്പിക്കുന്നതിന് പകരം അവരെല്ലാം നാസ്തികതയുടെ പ്രതിനിധാനങ്ങളാണെന്നും അവരൊരിക്കലും ദൈവത്താൽ നാളുകളിൽ സഹായിക്കപ്പെടുകയില്ല, ദൈവം മുൻപേ നിശ്ചയിച്ചു വെച്ചിരിക്കപ്പെടുന്ന ചില നിയോഗത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുകയാണ് ഈ കൊടും കിരാതന്മാരെന്ന യാഥാർത്ഥ്യബോധം നമുക്ക് സമ്മാനിക്കുന്ന വലിയ ഒരാത്മവിശ്വാസമുണ്ട്. അതൊക്കെ ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാക്കുകൾ പുലരാനുള്ളതാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പുലരാനുള്ളതാണ്. ഒത്തിരി നാം പുലർന്ന് കണ്ടതാണ്, ഇനിയും പലതും പുലരേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ അത്തരത്തിൽ നമുക്ക് വലിയ ചിന്തയ്ക്ക് വിഷയമായി തീർന്ന, പലപ്പോഴും പണ്ഡിതന്മാർ, ചിന്തകന്മാർ കൈവയ്ക്കാൻ അടച്ചു നിൽക്കുന്ന മേഖലകൾ, അഥവാ കൈവച്ചാൽ പോലും അതിനെ സവിസ്തരമായി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടോ മടിച്ചു പോയ ഒരു വിഷയത്തെ കൃത്യമായ നിലയിൽ നമുക്ക് മുമ്പിൽ സമ്മാനിച്ച ബഹുമാന്യനായ ഇമ്രാൻ ഹുസൈൻ സാഹിബിനോട് ഈ സമൂഹം, ലോകം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും എണ്ണത്തിൽ കുറവാണെങ്കിലും വലിയ ബുദ്ധിജീവികളുടെയും ചിന്തകന്മാരുടെയും എഴുത്തുകാരുടെയും മാധ്യമ പ്രതിഭകളുടെയും ഒക്കെ ഇടയിൽ വെച്ച് ഹ്രസ്വമായ ഏതെങ്കിലും ഈ സദസ്സിൽ വെച്ച്, അർത്ഥം കൊണ്ട് വലിപ്പമുള്ള ഈ സദസ്സിൽ വെച്ച് മഹത്തായ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് ഈ മഹത്തായ യോഗം സർവശക്തനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നിർവചനം ഉരുവിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഭിവാദനങ്ങൾ.